കാട്ടിക്കുളം ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ നിന്ന് ആന നീങ്ങുന്നുണ്ട്. 2 അംഗ പ്രത്യേക സംഘം ദൗത്യ സംഘത്തെ രൂപീകരിക്കും വയനാട് കേന്ദ്രീകരിച്ച് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. കോളനിയോട് ചേർന്ന് വനമുണ്ട്, വനത്തിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം നമുക്ക് ലഭിക്കുന്നത്. ജിൻസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ജിൻസ്, വനമന്ത്രി ഏതായാലും ദൗത്യം ആരംഭിച്ചു. ബേലൂർ മഗ്ന ദൗത്യം, അത് വനം വകുപ്പിന്റെ ചരിത്രത്തിൽ മറ്റൊരു കാട്ടാനയെ പിടിക്കാനുള്ള ദൗത്യം കൂടിയാവുകയാണ്. എന്താണ് ഏറ്റവും പുതിയ സൂചനകൾ? ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താണ്? രഞ്ജിത്ത്, ബാവലി വനമേഖലയോട് ചേർന്ന കർണാടക നാഗർകോള വന്യജീവി സങ്കേതത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിലെ നിഗമനം. രാവിലെ കാട്ടുകുളം ചേലൂർ മണ്ണുണ്ടി കോളനിയിലായിരുന്നു ഈ കാട്ടാനയെ കണ്ടത്. മുന്നേ കണ്ടിരുന്നത് അജീഷ് കൊല്ലപ്പെട്ട ഈ ചാലിഗദ്ദയിലായിരുന്നു. അവിടെ നിന്നായിരുന്നു ഈ മണ്ണുണ്ടി ഭാഗത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് ഇത് പതിയെ വനത്തിലേക്ക് കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വനപാലകർ ഇവിടെ നിരീക്ഷണം തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ മന്ത്രി അടക്കം പറഞ്ഞത് ആന കാട് കയറി എന്നുള്ളതാണ്. RRT സംഘവും അതുപോലെ തന്നെ വനപാലകരും ഈ മേഖലയിൽ സംയുക്തമായി തന്നെയാണ് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിരീക്ഷണം നടത്തുന്നത്. നിലവിൽ ഉൾവനത്തിലുള്ള ഈ കാട്ടാന നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളത് ഈ റേഡിയോ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും ഉറപ്പിക്കാൻ കഴിയുക. എന്തായാലും ആന തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള സാധ്യതകളും മുൻകൂട്ടി കാണുന്നുണ്ടല്ലേ? ഒരു കൊലപാതകം നടത്തി മടങ്ങിയ ആനയാണ്. ഒരുപക്ഷെ ഇനിയും ജനവാസ മേഖലയിലേക്ക് കടന്നേക്കാം. തീർച്ചയായും എന്തായാലും നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിലവിൽ ഈ RRT സംഘവും വനപാലകരും മേഖലയിൽ സംയുക്തമായിട്ട് തന്നെയാണ് ഈ നിരീക്ഷണം ഉറപ്പിച്ചിരിക്കുന്നത്. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയിലായിരിക്കും ഇത് തിരികെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയുക. എന്തായാലും നിലവിൽ ഉൾവനത്തിൽ തന്നെയാണുള്ളത്. അതേസമയം തന്നെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള മറ്റു നീക്കങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിരുന്നു. പ്രാഥമികമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിരുന്നു. മുത്തങ്ങയിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. കോന്നി സുരേന്ദ്രൻ, അതുപോലെ തന്നെ ഭരതൻ, സൂര്യ, വിക്രം 4 കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഏത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്തായാലും മയക്കുവെടി വെക്കാനുള്ള നീക്കങ്ങൾ എന്തായാലും ഉപേക്ഷിച്ചിട്ടില്ല വനംവകുപ്പ്. എന്തായാലും അതിനുള്ള നടപടികളിലേക്കായിരിക്കും കടക്കുക. എന്തായാലും മന്ത്രി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വയനാട്ടിൽ 2 RRT സംഘത്തെ കൂടി രൂപീകരിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിൽ പ്രത്യേക സെല്ല് രൂപീകരിക്കാനും മന്ത്രി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതും വയനാടിന്റെ ഇത്തരത്തിൽ വന്യമൃഗശല്യത്തിന് എന്തായാലും പരിഹാരമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. രഞ്ജിത്ത്, അതാണ് വയനാട്ടിൽ സ്ഥിരമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ജനജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വന്യജീവികളുടെ വിഹാരം അത് എങ്ങനെയാണ് നാട്ടുകാർ കാണുന്നതിലേക്ക് നമ്മളത് കണ്ടതാണ്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ദീർഘനേരത്തെ പ്രതിഷേധത്തിനൊടുവിലാണ് അവിടെ അധികൃതർ ഇടപെട്ട് ചില പരിഹാര നടപടികൾ ഉണ്ടാക്കിയത്. പക്ഷേ അതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ്. കാരണം ഏത് നിമിഷവും ഈ ആന തിരികെ നാട്ടിലേക്ക് വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം കർണാടക വന അതിർത്തിയിലാണ്, വനത്തിലേക്കാണ് ഇത് പോകുന്നത് എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഏതായാലും സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു കഴിഞ്ഞു. വനം വകുപ്പ് അടക്കം ഈ ആനയെ വെടിവെച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ്. കാട്ടിക്കുളം ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപത്ത് നിന്ന് കുറച്ചുകൂടി വനമേഖലയിലേക്ക്, ഈ മേഖലയിൽ വനമുണ്ട്, കോളനിയോട് ചേർന്ന് വനമുള്ളതിനാൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വലിയൊരു ദൗത്യത്തിന് വീണ്ടും വനം വകുപ്പ് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 4 കുങ്കിയാനകൾ സ്ഥലത്തുണ്ട്. വിക്രം, ഭരത്, സൂര്യ, സുരേന്ദ്രൻ എന്നീ മോഴയാനകൾ ദൗത്യസംഘത്തെ സഹായിക്കുന്നു. ഇന്നലെ നമുക്കറിയാം, കർണാടകയിൽ നിന്ന് പിടികൂടി കാട്ടിൽ വിട്ട മോഴയാനയാണ് ഇപ്പോൾ ഇന്നലെ രാവിലെ മാനന്തവാടിയിലെത്തിയത്. കർണാടകയിലെ ഹാസൻ ഫോറസ്റ്റ് ഡിവിഷനിലെ ബേലൂരിൽ സ്ഥിരമായി വിളകൾ നശിപ്പിക്കുകയും ജനവാസ മേഖലയിൽ ആക്രമണം നടത്തുകയും ചെയ്തതോടെയാണ് 2023 ഒക്ടോബർ 30 കർണാടക വനവകുപ്പ് ബേലൂർ മഗ്നയെ വെടിവെച്ച് പിടികൂടിയത്. റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം കേരള അതിർത്തിക്ക് സമീപത്തുള്ള മൂലഹള്ളി വനമേഖലയിൽ തുറന്നു വിടുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പനച്ചിയിൽ അജീഷ് ട്രാക്ടർ ഡ്രൈവറായ അദ്ദേഹം കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. 2 സംസ്ഥാനങ്ങൾ ചേർന്നുള്ള ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്ന് വനമന്ത്രി പറഞ്ഞു. 15-നകം തന്നെ അത്തരമൊരു കമ്മിറ്റി രൂപീകരിച്ച് യോഗം ചേരും. 3 വനം ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് മനമുക്കിൽ സ്പെഷ്യൽ സെൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട്ടിൽ സ്പെഷ്യലായി 2 RRT സംഘത്തെ കൂടി രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ദൗത്യത്തിന് വനംവകുപ്പ് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഓപ്പറേഷൻ ബേലൂർ മഗ്ന എന്ന പേരിൽ ഒരു വലിയ ദൗത്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. MS അനീഷ് കുമാർ സംഭവ സ്ഥലത്തുണ്ട്. അനീഷ്, ഒരു വലിയ ദൗത്യത്തിന് വീണ്ടും വനം വകുപ്പ് കളമൊരുക്കുകയാണ്. അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ദൗത്യ സംഘങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം
ഈ കുങ്കിയാനകളുടെ 4 കുങ്കിയാനകളുടെ സഹായവുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എപ്പോഴേക്ക് ഈ നടപടികൾ ആരംഭിക്കും? ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. നമ്മളിപ്പോൾ ചില സജ്ജീകരണങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആനയെ കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സംവിധാനങ്ങളും ഒപ്പം ഏരിയൽ ഡ്രോൺ ക്യാമറകളുമൊക്കെയായി ഈ വനംവകുപ്പ് ഈ കാട് അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. രാവിലെ മണ്ണുന്തി മേഖലയിൽ വനത്തോട് ചേർന്ന് ആനയുടെ സാന്നിധ്യം കണ്ടതായി വനംവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ആ മേഖലയിൽ തെരച്ചിൽ ഊർജിതമാക്കി മാറ്റിയിരുന്നു. പക്ഷേ ഏറ്റവും തിരിച്ചടിയാവുന്ന കാര്യം ഈ മേഖലയിൽ നിന്നും കുറച്ചുകൂടി കഴിഞ്ഞാൽ വനമേഖലയാണ്. വനമേഖലയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് ഇതെന്താണ് സംവിധാനം? ആ റേഡിയോ കോളറിന് സിഗ്നൽ കിട്ടുന്നത് ഇതിപ്പോ ലാസ്റ്റ് കിട്ടിയത് എപ്പോഴായിരുന്നു? അങ്ങനെയല്ലോ കിട്ടിയിട്ടില്ല. ഈ മേഖലയിലുണ്ടായിരുന്നു രാവിലെ അല്ലേ? ഈ റേഡിയോ കോളർ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണിത്. ഈ ഡിവൈസിലാണ് ഈ ആനയുടെ ലൊക്കേഷൻ കൃത്യമായി കിട്ടുക. 20 മിനിറ്റ് ഇടവേളയിൽ ലൊക്കേഷൻ കിട്ടുമെന്നാണ് രാവിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോട് പറഞ്ഞത്. ഇത്തരത്തിലെ ഈ ട്രാക്കറുമായുള്ള യാത്ര ഈ വനംവകുപ്പ് സംഘം തുടങ്ങുകയാണ്. കാരണം ആനയുടെ കൃത്യമായൊരു ദിശ ഇപ്പോൾ അറിയില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മണ്ണുന്തി മേഖലയിൽ ഈ ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ആനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആന എവിടെയാണ് എന്ന് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ റേഡിയോ കോളർ ട്രാക്കറുമായി ഇപ്പോൾ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഇവിടെ നിന്നും പോകുന്ന ബാവലി മേഖലയിൽ നിന്നും പോകുന്നതാണ് നമ്മൾ കൊണ്ടുവരിക്കുന്നത്. ബാവലി സെക്ഷന്റെ കീഴിൽ വരുന്ന ഫോറസ്റ്റ് റേഞ്ച് ഓഫീസാണ്. ഇവിടെ നിന്നും ഈ സംഘം പുറപ്പെട്ടിരിക്കുന്ന യാത്ര, അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്ക ഈ മേഖലയിൽ നിലനിൽക്കുന്നു. കാരണം രാവിലെ മണ്ണുന്തി മേഖലയിൽ ഈ ആനയുടെ സാന്നിധ്യം ദൃശ്യമായെങ്കിലും പിന്നീട് ആന എവിടേക്ക് പോയി എന്ന് സംബന്ധിച്ച യാതൊരു വിവരവും ആളുകൾക്ക് നൽകാൻ രാവിലെ മണ്ണുന്തി ഭാഗത്താണ് ആനയുടെ സാന്നിധ്യം ഉണ്ടായതായി പറയുന്നത്. പക്ഷെ ഇപ്പോൾ ആന എവിടെയാണെന്ന് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയുണ്ട്. ഇപ്പോ ഇവർക്കെന്തോ ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് തോന്നുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പം വാഹനങ്ങളും കയറ്റ് ആളുകളൊക്കെ ആയിട്ട് അങ്ങോട്ട് ഉള്ളോട്ട് കയറിയിട്ടുണ്ടല്ലോ. ഇവിടെ അടുത്ത് കണ്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കുറച്ച് മാറിയാൽ വനമേഖലയല്ലേ? വനമേഖലയാണ്, നല്ല വനമേഖല തന്നെയാണ്. പിന്നെ ഇത് ഭാഗത്തേക്കൊക്കെ വനമേഖല തന്നെയാണല്ലോ. അത് എത്രയും പെട്ടെന്ന് പിടിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണല്ലോ. കുട്ടികൾക്കും സ്കൂളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണിത്. എത്രയും പെട്ടെന്ന് കഴിഞ്ഞ കാട്ടിലേക്ക് കയറി പോയാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തീരെ പിടിക്കാൻ പറ്റില്ല. ഇപ്പം കിട്ടിയെങ്കിലേ കിട്ടുള്ളൂ. പിന്നെ അത് കാട്ടിലേക്ക് വലിഞ്ഞു കഴിക്കുകയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നാളെയും മറ്റന്നാളൊക്കെ ആയിരിക്കുകയാണെങ്കിൽ പിന്നെ സ്കൂളും മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ. ജോലിക്ക് വന്നാൽ ജനങ്ങൾക്ക് മറ്റും ഒക്കെ ബ്ലോക്കാക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. തിരിച്ച് വരാനുള്ള സാധ്യതകൾ അപ്പോൾ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾക്ക് വലിയ ആശങ്കയായിരിക്കും. ആശങ്കയാണ്, നിങ്ങൾക്ക് വലിയ ആശങ്കയല്ലേ? അതെ, തീർച്ചയായും ഞങ്ങൾ വിദ്യാർത്ഥികളൊക്കെ ആശങ്കയിലാണ്. ഇന്ന് പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നാളെ തിങ്കളാഴ്ചയാണ്, ക്ലാസ്സുകൾ തുറക്കുന്ന ദിവസമാണ്. ഈ വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന വിദ്യാലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലയാണ് ഈ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത്, അതുപോലെ മാനന്തവാടിയിലെ ചില ഭാഗങ്ങളൊക്കെ. അപ്പം അതിലെ വിദ്യാർത്ഥികൾ വളരെ ശക്തമായ ആശങ്കയിലാണ്. ഇന്ന് തന്നെ എന്തെങ്കിലും കൃത്യമായ ഒരു റെസ്ക്യൂ നടക്കണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അതുപോലെ ഇവിടെയുള്ള ട്രെഞ്ചുകൾ, അതുപോലെ ഫെൻസിങ്, ഇതൊക്കെ കൃത്യമായി സ്ഥാപിച്ച് കാടിനെ കാടായും നാടിനെ നാടായും ഞങ്ങൾക്ക് മാറ്റിത്തരണം. അതിനുവേണ്ടി ഉന്നത വൃത്തങ്ങൾ, അധികാരികൾ അത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പറയാനുള്ളത്. ഈ വെടിവെച്ച് തന്നെ പിടികൂടിയിൽ വലിയ അപകടം അല്ല? അത് വെടിവെച്ച് മുത്തങ്ങയിലിട്ട് കൊണ്ടുപോയ പിന്നെ സമാധാനമാണ്. അത് നമ്മുടെ കസ്റ്റഡിയിൽ തന്നെ ആന ഉണ്ടല്ലോ എന്നുള്ള സമാധാനത്തിലാണ്. പക്ഷേ ഇപ്പം ഇത് കർണാടകയാണ് ആ കാട്. അപ്പം അങ്ങോട്ടേക്ക് തുരത്തിയാൽ വീണ്ടും ബാവലി പോലുള്ള പ്രദേശങ്ങൾ ഇത്രത്തോളം വിദ്യാർത്ഥികൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന, അതുപോലെ അതിൽ കൂടുതലും ST വിഭാഗത്തിൽപ്പെട്ട തുടരുക. ഏതായാലും വലിയൊരു ദൗത്യം അത് അതിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഈ രാത്രിക്ക് മുൻപ്, ഈ വനമേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതിനെ പിടികൂടണം. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന ഈ ദൗത്യ സംഘത്തിന് കൃത്യമായ സിഗ്നലുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം റേഡിയോ കോളർ സിഗ്നൽ കിട്ടിയാൽ മാത്രമേ ആന എവിടെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു സൂചന കിട്ടുകയുള്ളൂ. അതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ എന്ന് വേണം വ്യക്തമാക്കാൻ. പ്രത്യേക സംഘം തയ്യാറാണ്. ഏത് നിമിഷവും ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്യും. MS അനീഷ് കുമാർ തത്സമയ വിവരങ്ങളുമായി ആ പ്രദേശത്ത് നിന്നുണ്ട്. അവർക്കൊപ്പമുണ്ട്, നാട്ടുകാർക്കൊപ്പമുണ്ട്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം.